ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 30,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു മൊബൈൽ ഫോൺ ഇത് ഏതാണ് എന്ന് പലരും ഇത്തരത്തിൽ സെർച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനും കഴിഞ്ഞ ഒരു ആഴ്ചയായി ഇത്തരത്തിൽ ഏതാണ് നല്ല ഒരു മൊബൈൽ ഫോൺ 30,000 രൂപയ്ക്കെല്ലാം എടുക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് എല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ഫോൺ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഫോണിനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് ബഡ്ജറ്റിലെല്ലാം നിങ്ങൾ ഫോണെല്ലാം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതലായി എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 മോഡലുകളാണ് ഇവിടെ വന്നിരുന്നത്. ഒന്ന് സാംസങ്ങിൻ്റെ S21 FE എന്ന മോഡലാണ്. അതുപോലെ അടുത്തതായി വന്നിരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇത് റിയൽമിയുടെ പുതിയ മൊബൈലായ റിയൽമി 12 Pro Plus 5G എന്ന ഈ ഒരു മൊബൈൽ എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. അതുപോലെ പിന്നീട് എനിക്ക് മറ്റൊരു മൊബൈൽ കൂടി ഇഷ്ടപ്പെട്ടു, അതാണ് പോക്കോയുടെ X6 Pro എന്ന മോഡൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 3 മൊബൈലിൽ ഇതിലേത് എടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഏതാണ് ഇതിൽ ഫൈനലൈസ് ചെയ്യുക എന്നതിനെക്കുറിച്ച് കുറേ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുകയും അതുപോലെ ഇതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായി തോന്നിയ ഒരു മൊബൈലാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ സാംസങ്ങിൻ്റെ S21 FE ഇത് താല്പര്യമുള്ളവർക്ക് നല്ല ഒരു മൊബൈൽ ഫോൺ തന്നെയാണിത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഇറങ്ങി കുറച്ച് വർഷങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇത് കുറച്ച് കാലത്തേക്ക് കൂടി മാത്രമാണ് നമുക്ക് ലഭിക്കുക. അതായത് പുതിയ മൊബൈൽ ഫോൺ എല്ലാമാണ് നിങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്തെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക്, അതായത് കുറേ വർഷത്തേക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടെല്ലാം ലഭിക്കുന്നതായിരിക്കും. പലരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ തന്നെ പഴയ മോഡലുകളെല്ലാം എടുത്ത് അതിലധിക സമയം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ലഭിക്കില്ല. വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ എനിക്ക് സാംസങ് S21 FE എടുക്കുന്നതിൽ ഇത് വലിയൊരു ഡ്രോബാക്ക് ആയി ഫീൽ ചെയ്തു. അതുപോലെ നമുക്ക് സാംസങ്ങിൻ്റെ S21 FE എന്ന മോഡൽ ഇതൊരു പ്രീമിയം ലുക്ക് എല്ലാം ഉണ്ട്. അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ഇതിൽ താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ ഒരുപാട് പേർ പർച്ചേസ് ചെയ്ത ഒരു മൊബൈൽ ഫോൺ എന്ന ഇത്തരത്തിലുള്ള ഒരു ലാബിൽ കൂടി ഈ ഒരു മൊബൈൽ ഫോണിനുണ്ട്. അതിനാൽ തന്നെ ഒരുപാട് പേർ ഇപ്പോഴും ഈ ഒരു മൊബൈൽ ഫോൺ എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നിയ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഒരുവിധം മൊബൈലിൽ, അതായത് കുറഞ്ഞ റേറ്റുള്ള മൊബൈലിൽ കൂടി നമുക്ക് ഇത്തരത്തിൽ ഫാസ്റ്റ് ചാർജിങ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ അപേക്ഷിച്ച് മറ്റു കുറേ ബ്രാൻഡുകളിലെല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് ഉള്ള മൊബൈലെല്ലാം ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ തന്നെ അതും എനിക്കൊരു ഡ്രോബാക്കായി തോന്നി. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന മൊബൈലിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ സൈസ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം വലിയ ഒരു ഡിസ്പ്ലേ എല്ലാം ഉള്ള മൊബൈലിലാണ് താല്പര്യം. കാരണം നമുക്ക് വ്യൂവിങ് എക്സ്പീരിയൻസ് എല്ലാം കൂട്ടുന്നതിനും ഇത്തരത്തിൽ വലിയ സ്ക്രീൻ എല്ലാം ഉണ്ടെങ്കിൽ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ 2-3 ഡ്രോബാക്സ് എല്ലാം വന്നതുകൊണ്ട് തന്നെ ആ ഒരു മൊബൈൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാലും എനിക്ക് ആ ഒരു മോഡൽ, അതുപോലെ അതിൽ വന്നിരിക്കുന്ന ക്യാമറ, ആ ഒരു പ്രീമിയം ലുക്ക് ഇതെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ റിയൽമിയുടെ 12 Pro Plus 5G എന്ന ഈ ഒരു മൊബൈൽ ലേറ്റസ്റ്റായി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മൊബൈലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ നോക്കുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് എല്ലാം ഇവിടെ വന്നിട്ടുമുണ്ട്. അതായത് നല്ല ക്യാമറ എല്ലാം നമുക്കിതിൽ കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്ത് ഫോട്ടോ എല്ലാം എടുക്കാനുള്ള ഇത്തരത്തിലുള്ള ഫെസിലിറ്റി കൂടി ഈ ഒരു മൊബൈലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇത് എടുക്കണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിനാൽ തന്നെ അത്യാവശ്യം ക്യാമറ കാര്യങ്ങൾക്കെല്ലാം തന്നെ എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് മെയിനായി വേണ്ടത് നല്ല പെർഫോമൻസ് എല്ലാം ഉള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്.
അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ചിപ്സെറ്റ് ഇത് നമുക്ക് ഈ റേഞ്ചിൽ തന്നെ മറ്റു മൊബൈലുകളെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു സ്പീഡെല്ലാം നമുക്കിവിടെ ലഭിക്കണമെന്നില്ല. അതായത് പോക്കോയുടെ X6 Pro എന്ന മോഡലിൽ നമുക്ക് ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതിനാൽ തന്നെ ഞാൻ ഇത് രണ്ടും കൂടി കൂടുതൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർഫോമൻസ് എല്ലാം ഉള്ള ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ ഞാൻ ക്യാമറയുടെ ഡ്രോബാക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ, കാരണം എനിക്ക് വേണ്ട മറ്റു ഫീച്ചേഴ്സായ ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ്, ബാറ്ററി ബാക്കപ്പ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പോക്കോയുടെ X6 Pro എന്ന ഈ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് ഞാൻ ഈ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്തത്. ഇനി ഇത് കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് 512 GB അതുപോലെ 12 GB റാം എല്ലാമുള്ള ഒരു ഫോണാണ്. 512 GB സ്റ്റോറേജ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഫയൽസ്, അതുപോലെ ഒരുപാട് വീഡിയോസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം സാധിക്കും. നേരത്തെ ഞാൻ ഐഫോൺ എല്ലാം എടുത്തപ്പോൾ അതിലൊരു ചെറിയ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള സ്റ്റോറേജ് എല്ലാമാണ് എടുത്തിരുന്നത്. കാരണം നമുക്ക് സ്റ്റോറേജ് എല്ലാം കൂടുമ്പോൾ തന്നെ അതിന് വളരെയധികം പ്രൈസ് എല്ലാം കൊടുക്കേണ്ടി വരും. അതിനാൽ തന്നെ ഞാൻ ഐഫോണിൽ വലിയ ഒരു സ്റ്റോറേജ് ഒന്നുമല്ല എടുത്തിരുന്നത്. അതായത് iPhone 12 Pro Max എന്ന ഈ ഒരു ഫോണാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിൽ 128 GB ഇത്രയും സ്റ്റോറേജ് എല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്ന മൊബൈലിലുള്ളത്. അതിന് തന്നെ നല്ല പ്രൈസ് എല്ലാം ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് എനിക്ക് പോകേണ്ട എന്ന് തോന്നി. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് പോക്കോ X6 Proയിൽ നിങ്ങൾക്ക് 512 GB അതുപോലെ 12 GB റാം എല്ലാമുള്ള ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ ഫോണിന് നിങ്ങൾക്ക് ഏകദേശം വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 27,500 രൂപയ്ക്കെല്ലാമാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു എമൗണ്ടിൽ തന്നെ നമുക്ക് ഇത്രയും സ്റ്റോറേജ്, അതുപോലെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫ്ലാഗ്ഷിപ്പ് MediaTek Dimensity 8300 Ultra എന്ന ഒരു ചിപ്സെറ്റ് എല്ലാമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾക്ക് 1.5K 120 Hz AMOLED ഡിസ്പ്ലേ കൂടി ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്താൽ ഇതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം ക്യാമറയുടെ ആവശ്യമെല്ലാം ആണെങ്കിൽ എനിക്ക് ഇവിടെ ഐഫോൺ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുണ്ട്. ഇതിലും അത്യാവശ്യം മോശമല്ലാത്ത ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസ്, അതുപോലെ നിങ്ങൾക്ക് 67 വാട്ട്സ് ടെർബോ ചാർജിങ് എല്ലാമാണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഐഫോൺ എല്ലാം ചാർജ് ചെയ്യാൻ ഒരുപാട് സമയമെല്ലാം വെക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ടെർബോ ചാർജ്, അതായത് ഈ പോക്കോ X6 Pro ഇതിൽ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് എല്ലാം ആകുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് വളരെയധികം ബെനിഫിറ്റായി എനിക്ക് തോന്നി. അതിനാൽ തന്നെ നമ്മൾ ഈ പുതിയ മാറ്റത്തോടൊപ്പം അല്ലെങ്കിൽ ഈ പുതിയ ട്രെൻഡ് എല്ലാം നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിങ്ങൾക്ക് ഒരുവിധം നല്ല പെർഫോമൻസിൽ വാങ്ങാൻ പറ്റുന്ന, അതായത് ഈ ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ല ഒരു മൊബൈൽ ഫോണാണ് പോക്കോ X6 Pro എന്നത്. ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡിസൈൻ എല്ലാം ആയിരിക്കും ലഭിക്കുക. വളരെ നല്ല ഒരു ഡിസൈനായി എനിക്കിത് ഫീൽ ചെയ്തു. അതുപോലെ വളരെ ഹാൻഡിയായ ഒരു മൊബൈൽ ഫോൺ കൂടിയാണിത്. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് ഐഫോണുമായി കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഞാനിപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഐഫോൺ വളരെ ഹെവിയായ ഒരു ഫോണാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ഫോൺ ഇത് അത്രത്തോളം ഹെവി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഐഫോണിന് പകരം ഈ ഒരു ഫോണെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. കോളിങ്ങിനെല്ലാം തന്നെ കൂടുതലായി ഇത്തരത്തിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനാൽ തന്നെ എനിക്കിത് വളരെയധികം യൂസ്ഫുള്ളായി തോന്നി. അതുപോലെ ഈ ഒരു ഫോണിൽ എനിക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ആയി തോന്നിയത് ഇതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ ഫിംഗർ പ്രിന്റ് എല്ലാം കൊടുത്തത് കൊണ്ട് തന്നെ അൺലോക്ക് ചെയ്യാനെല്ലാം വളരെ ഈസിയായി നമുക്കിത് കൊണ്ട് സാധിക്കും.
അപ്പോൾ ഇത് വളരെ ഗുണമുള്ള ഒരു ഫീച്ചറായി എനിക്ക് തോന്നി. നേരത്തെ ഞാൻ യൂസ് ചെയ്തിരുന്ന പോക്കോ ഫോണിലൊന്നും ഇല്ലാത്തൊരു ഫീച്ചറാണിത്. സാധാരണ നമുക്ക് സൈഡിലെല്ലാമായാണ് ഇത് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അഡ്വാൻറ്റേജ് കൂടി നിങ്ങൾക്ക് പോക്കോ X6 പ്രോയിൽ കാണാൻ സാധിക്കും. അതുപോലെ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പൗച്ചെല്ലാമാണ് ഇത്. അതുപോലെ ഡിസ്പ്ലേക്ക് ഒരു ചെറിയ സ്ക്രീൻ ഗാർഡ് എല്ലാം ഈ ഒരു ഫോണിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഞാൻ ഇത് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ അവർ തന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജായി പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡസ്റ്റ് അല്ല, അതായത് നിങ്ങൾ ഇങ്ങനെ കൈയെല്ലാം വെച്ച് ഇവിടെ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഡേർട്ട് ആവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് വൈപ്പ് ചെയ്യേണ്ടതായെല്ലാം വരാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു കവറെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇത് അത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതിനാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് പോക്കോ X6 പ്രോയിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു കവറെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഡിസഡ്വാൻറ്റേജായി തോന്നാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് 3.5mm ജാക്ക് ഇല്ല എന്നതാണ്. നിങ്ങൾക്ക് ഓഡിയോ എല്ലാം കേൾക്കണമെങ്കിൽ ബ്ലൂടൂത്ത് എല്ലാം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലൗഡ് സ്പീക്കർ എല്ലാം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലെ സിസ്റ്റം സ്പീക്കർ എല്ലാം യൂസ് ചെയ്ത് വേണം നിങ്ങൾക്ക് മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവീസ് എല്ലാം കാണാൻ. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ 3.5mm ജാക്ക് ഇതിനോടൊപ്പം നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ഒരു കുറവ് കൂടി നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ തന്നെ മറ്റു മോഡലായ അതായത് X6 എന്ന മോഡലിൽ 3.5mm ഓഡിയോ ജാക്ക് എല്ലാം നൽകിയിട്ടുണ്ട് എന്നതാണ് കോൺഫിഗറേഷൻ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്തരത്തിൽ ഈ 3.5mm ജാക്ക് എല്ലാം വേണ്ടവർക്ക് പോക്കോ X6 എല്ലാം ട്രൈ ചെയ്യാം. എന്നാൽ പോക്കോ X6 പ്രോയിൽ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മറ്റൊരു ഫെസിലിറ്റി ഈ ഫോണിൽ ലഭിക്കുന്നത് ഇതിൻ്റെ IR റിമോട്ടാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ TV, AC ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു IR റിമോട്ട് യൂസ് ചെയ്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും കുറേ പേർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് കൂടുതലായി കമ്പയർ ചെയ്ത് പറയാൻ അതിനെക്കുറിച്ച് ഞാൻ അധികം നോക്കിയിട്ടില്ല. എന്നിരുന്നാലും മോശമല്ലാത്ത ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ഇതിലുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാമറ എല്ലാം യൂസ് ചെയ്യുന്നവർക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഫോൺ എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ മെയിനായി നിങ്ങൾക്ക് ക്യാമറ എല്ലാമാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന മറ്റൊരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റിയൽമിയുടെ 12 Pro Plus 5G എന്ന ഈ ഒരു മോഡലെല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഫോട്ടോസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നതിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നല്ല ഒരു മൊബൈൽ ഫോൺ എല്ലാം വാങ്ങാൻ സാധിക്കും. എന്നാൽ എനിക്ക് അതിൽ വലിയ ഒരു ഡ്രോബാക്കായി തോന്നിയത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനുള്ള പെർഫോമൻസ് ആ ഒരു മൊബൈലിൽ കാഴ്ചവെക്കുന്നില്ല എന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ നല്ല പെർഫോമൻസ് എല്ലാം നോക്കി ഒരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്